നമ്മെ വീണ്ടെടുക്കുവാനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന തൻ്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളിലൂടെ മനുഷ്യവർഗത്തെ നിത്യത എന്ന അനുഭവത്തിലേക്ക് വഴി നടത്തിയ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവൻ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 11-ാമത്തെ വാക്യം: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് തൻ്റെ അടുക്കൽ നിന്നിരുന്ന ജനസമൂഹത്തോട് സംസാരിക്കുന്നതായ ഭാഗമാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. 11-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിവിധ ഇടങ്ങളിലേക്ക് പറഞ്ഞ് അയച്ചതിന് ശേഷം യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന അനുഭവം വിവരിച്ചുകൊണ്ടാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വരിക കാരാഗൃഹത്തിൽ തടവിലായിരിക്കുന്ന യോഹന്നാൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഒരു സംശയം നിവാരണത്തിന് യോഹന്നാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ മറ്റൊരുവനെ, ക്രിസ്തുവിനെ കാത്തിരിക്കണമോ, നീ തന്നെയാണോ അത് എന്ന ഒരു ചോദ്യമാണ് യോഹന്നാൻ ശിഷ്യന്മാരിലൂടെ യേശുവിനോട് ചോദിക്കാൻ. അതിന് ശിഷ്യന്മാരോട് യേശു കർത്താവ് മറുപടി പറഞ്ഞ ശേഷം തൻ്റെ അടുക്കൽ കൂടി നിന്ന ജനത്തോടായി യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും യോഹന്നാൻ ആരെന്നതിനെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതായ ഭാഗമാണ് ഇത്. യേശു കർത്താവ് തൻ്റെ ചുറ്റുപാടും നിന്നിരുന്ന പുരുഷാരത്തോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണ്: നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോയത്? ആ ചോദ്യം യോഹന്നാനെ അന്വേഷിച്ച് ഒരു വലിയ പുരുഷാരം നിർജ്ജന പ്രദേശങ്ങളിലേക്ക് പോയി. യോഹന്നാൻ്റെ ശുശ്രൂഷ യോർദാൻ തീരത്ത് ആയിരുന്നുവെങ്കിലും യോഹന്നാൻ്റെ ജീവിതശൈലി അത് വ്യത്യസ്തമായിരുന്നു. അവൻ നിർജ്ജനമായ പ്രദേശങ്ങളിൽ താമസിക്കുകയും വ്യത്യസ്തമായ ആഹാരശൈലി കൊണ്ടും വസ്ത്ര രീതി കൊണ്ടും ശ്രദ്ധേയൻ ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും. ക്രിസ്തു ജനങ്ങളോട് ചോദിക്കുകയാണ്: നിങ്ങൾ പോയത് കാറ്റിനാൽ ഉലയുന്ന ഓടത്തണ്ടിനെ കാണുവാനായിട്ടാണോ? മാർദ്ദവ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ടാണോ? എന്ന് പറയുന്നു. ഇതിനൊന്നുമല്ല നിങ്ങൾ പോയത്, മറിച്ച് ഒരു പ്രവാചകൻ്റെ അടുത്തേക്കാണ് പോയത്. ദൈവത്തിൻ്റെ വചനം ഗ്രഹിച്ച് നിങ്ങളോട് പറയുന്ന ഒരുവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. യേശു കർത്താവ് പറയുകയാണ്, ക്രിസ്തുവിന് മുന്നോടിയായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യോഹന്നാൻ സ്നാപകൻ. ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ടവർ. എന്നിട്ട് യോഹന്നാനെക്കുറിച്ച് യേശു പറയുന്ന സാക്ഷ്യമാണ്: യോഹന്നാനാണ് സ്ത്രീകളിൽ നിന്ന് എഴുന്നേറ്റവരിൽ ഏറ്റവും വലിയവൻ. ഒന്നുകൂടെ യേശു കർത്താവ് പറയുന്നുണ്ട്: സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനെക്കാട്ടിലും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പുതിയ സംവാദ വിഷയത്തിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുക. അത് അന്നത്തെ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അതിനെ അവകാശമാക്കുവാൻ പരീശന്മാർ മുതലായവർ ശ്രമിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകനും പ്രവാചകന്മാരും ന്യായപ്രമാണവും എല്ലാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ പരീശന്മാരും അല്ലെങ്കിൽ മതപ്രമാണികളും മറ്റുള്ളവരുമൊക്കെ ഈ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ ശ്രമിച്ചു. അതാണ് യേശു കർത്താവ് പറയുന്ന വാക്കതാണ്. ദൈവരാജ്യത്തെ ബലാത്കാരേണ അതിനെ പ്രാപിക്കുവാൻ, അതിനെ കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുക.
ലോകപ്രകാരം നോക്കുമ്പോൾ ശാസ്ത്രിമാർ, പരീശന്മാർ ഇവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി സ്വയം അവരോധിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ അപ്രകാരം അല്ല ദൈവരാജ്യത്തെ മനസ്സിലാക്കേണ്ടതും ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ ആകേണ്ടതും എന്നും ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. മനം തിരിയുന്നതിലൂടെയാണ്. യോഹന്നാൻ സ്നാപകൻ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ വഴികളെ വിട്ട് മടങ്ങി ദൈവത്തിങ്കിലേക്ക് വരണം. പ്രവാചകന്മാരും പ്രവചിച്ചതൊക്കെയാണ്. ഇതിലൂടെയാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക്, അപ്രകാരമാണ് നിത്യജീവൻ്റെ അനുഭവം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അത് യോഹന്നാൻ വളരെ വ്യക്തമായി നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ലോകം പറഞ്ഞു, ദൈവരാജ്യത്തെ ബലാത്കാരമായി പിടിച്ചെടുത്ത പരീശന്മാരും ശാസ്ത്രിമാരും പോലുള്ളവരാണ് ദൈവരാജ്യത്തിൻ്റെ വക്താക്കൾ എന്ന്. ഈ ഒരു വലിയ തിരിച്ചറിവ് ഇന്നും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസ അനുഭവങ്ങളിൽ ഉണ്ടാകുന്നിടത്താണ് അനുഗ്രഹപൂർണമായ ക്രൈസ്തവ ജീവൻ, ക്രിസ്തു ജീവിതം നമുക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയാകുക. ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മെ ഒരുക്കുവാൻ നമുക്ക് സാധ്യമാകുക ഇതാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിലൂടെയാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിനെ വിട്ടുകളഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന അനുഭവങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് നിത്യതയുടെ അനുഭവക്കാരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ യോഹന്നാൻ ആര് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നവന് മാത്രമേ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ലോകത്തിലേക്ക് വന്ന യോഹന്നാനെ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നുകൂടി പറഞ്ഞ് വയ്ക്കുന്നുണ്ട് യേശു കർത്താവ്. തുടർന്ന് യേശു ഈ അനുഭവത്തിൻ്റെ, ഈ സംവാദത്തിൻ്റെ മറുവശത്തേക്ക് കൂടെ കടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നാം ഈ ലോകപ്രകാരം നീതിമാന്മാർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ മുൻപിലാണ് നിൽക്കുക. ഞങ്ങൾ നീതിമാന്മാരാണ്. എന്നാൽ യേശു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ വായിച്ച ഈ ഭാഗത്തിൻ്റെ അവസാന വാക്യത്തിൻ്റെ അവസാന ഭാഗം, ജ്ഞാനമോ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്നാണ് പറയുകയാണ്. നാം വാക്കിലൂടെ ജ്ഞാനിയാണെന്നോ അറിവുള്ളവനെന്നോ നീതിമാനെന്നോ പറയുമ്പോൾ അത് പ്രവൃത്തിയിലൂടെയാണ് നീതീകരിക്കപ്പെടേണ്ടത്. എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ്, ഞാൻ ദൈവത്തെ അറിയുന്നുവെന്ന് നാം പറയുകയും അത് നാം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളിൽ ദൈവവുമായുള്ള ബന്ധം എനിക്ക് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ യേശു പറയുകയാണ്, നാം പലപ്പോഴും ചന്തസ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് സമരാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് പറയുന്നവനോട് ഒക്കും എൻ്റെ വാക്കും പ്രവൃത്തിയും രണ്ട് തലങ്ങളിൽ ആയിത്തീരുമ്പോൾ ക്രിസ്തു കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അത് അവൻ്റെ ജീവിതത്തിലൂടെ പ്രായോഗികം ആക്കുവാൻ കഴിയുന്നവൻ ആകണം. ലോകത്തെ സ്നേഹിക്കുവാനല്ല, ദൈവം സ്നേഹിച്ചതുപോലെ ഈ ലോകത്തെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ക്രിസ്തു തൻ്റെ ജീവൻ വെടിഞ്ഞ് നമ്മെ സ്നേഹിച്ചതുപോലെ ത്യാഗത്തിൻ്റെ അനുഭവമായി മാറണം. എന്നാൽ ഇന്ന് നാം കാണുന്ന ആത്മീക മണ്ഡലം നാം പരിശോധിക്കുമ്പോൾ നല്ലൊരു ശതമാനം അപ്രകാരം അല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് പലതും നേടുന്നതാണ് ക്രൈസ്തവ ജീവിതം എന്ന് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് യേശു പറയുന്നു, നാം വിശ്വസിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുകയും ചെയ്യുന്നിടത്തോളം അത് നമ്മുടെ പ്രവർത്തികളിലൂടെ, ജീവിതത്തിലൂടെ അത് അനുവർത്തമാക്കുവാൻ തക്കവണ്ണം
നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാം വെറുതെ വിളിച്ചു പറയുന്നവർ ആയി മാത്രം ആകുന്നു എന്നാണ്. അവർ പരീശന്മാരെ പോലെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ ശ്രമിക്കുന്നവർ ആയി മാത്രം നിൽക്കുകയാണ്. അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ വ്യത്യസ്തനായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവൻ ആയി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലും യോഹന്നാനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം അത് പ്രവൃത്തിയിൽ കൂടെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന് നമുക്കും നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിപ്പാൻ, ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ അംശികളായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.